Good morning. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ ശരണ്യ, രമേശ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെ? എല്ലാവർക്കും സുഖമല്ലേ? ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു അത്? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. അപ്പൊ നമ്മൾ കുറച്ച് ഭാഗം എടുത്തുള്ളൂ അല്ലെ? കുറച്ച് ഭാഗങ്ങളല്ലേ പറഞ്ഞുള്ളൂ. അതൊരു വായിച്ചൊക്കെ നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാനേ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ക്വാളിറ്റി എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? അതായത് രണ്ട് രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ഒക്കെ ചെയ്തിരുന്നു അല്ലെ? അതായത് ആളുകളുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ അളവ് അല്ലെങ്കിൽ വ്യാപ്തി അല്ലെ? ഇതിന്റെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ആളുകളുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസിനെ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞെന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ എത്രത്തോളം ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു വ്യാപ്തിയെ നമുക്ക് പറയാം. അതിനെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയാം അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി അഷ്വറൻസിനെ പറ്റിയിട്ടാണ്. QA എന്നാണ് അത് നൊട്ടേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് is centered on providing confidence that quality requirements will be satisfied. അല്ലെ? അതായത് അതൊരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. എന്താണ് അതിനകത്ത് പറയുന്നത്? അതായത് കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ അത് തൃപ്തിപ്പെടുത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം, വിൽ ബി സാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത് അല്ലെ? തൃപ്തിപ്പെടുത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ത്? ക്വാളിറ്റി അഷ്വറൻസ്. അതിന് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ക്ലിയർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ? ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഒരു ഓൺ ഗോയിങ് റെസ്പോൺസ് ആണ് അല്ലെ? അതായത് ഈ പറയുന്ന പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന സേവനങ്ങള് ഏറ്റവും മികവുറ്റതാക്കുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നമാണ് അല്ലെ? ഓൺ ഗോയിങ് ആണ്, കണ്ടിന്യൂസ് റെസ്പോൺസ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ QI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM ആണ് കേട്ടോ. TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? TQMന്റെ എക്സ്പാൻഷൻ പഠിക്കണം. പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം കേട്ടോ. It is a system of management centered on the principle that every member of staff should be committed to keeping high standards of work in every aspect of a hospital's operations. Underline ചെയ്തു വെക്കാം. ഒന്നുകൂടെ വായിക്കാം. It is a system of management that is centered on the principle that every member of staff should be committed to keeping the high standards of work in every aspect of a hospital's operations. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ വശങ്ങളിലും ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരും അവരൊരു ഹൈ സ്റ്റാൻഡേർഡ്, ഒരു ഉയർന്ന നിലവാരം അവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ്. കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ
എല്ലാ മേഖലകളിലും എല്ലാ വശങ്ങളിലും അവിടുത്തെ ഓരോരോ ജീവനക്കാരും അല്ലെ ഓരോ ജീവനക്കാരും ഏറ്റവും എന്താണ് ഒരു ഉയർന്ന നിലവാരം അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവർ കൊടുക്കുന്ന സേവനങ്ങളില് അവിടുത്തെ മെമ്പേഴ്സുകള് അത്രയേറെ കമ്മിറ്റഡ് ആയിരിക്കണം, പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെ. അവർ കൊടുക്കുന്ന സേവനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരം അവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, ഒരു എന്താ പറയുക പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ്. അതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റികളുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്, അതുപോലെ മോഡേൺ ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഓക്കെ, പക്ഷെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് വേണ്ടത്ര നല്ല രീതിയിൽ കമ്മിറ്റഡ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സേവനം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടെ അത്യാവശ്യം നല്ല എന്താണ് കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ല അല്ലെ, അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് നല്ല സേവനങ്ങൾ കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് പൂർണ്ണമാവണമെങ്കിൽ എന്തുകൂടെ വേണം, സൗകര്യങ്ങൾ മാത്രം ഉണ്ടായാൽ പോലെ അല്ലെ. അത് കൊടുക്കുന്നത് ഈ സേവനങ്ങൾ ആരിലൂടെ കൊടുക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകളിലൂടെയാണ് അല്ലെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് നല്ലൊരു മൊത്തത്തിലൊരു ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. അതെല്ലാം സ്റ്റാഫ് ആയിരിക്കണം. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് അതൊരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ്. അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും അവിടുത്തെ സ്റ്റാഫുകള് ഒരു ഉയർന്ന നിലവാരം മെയിൻറ്റെയിൻ ചെയ്യും. അതിനൊരു അത്രയും കമ്മിറ്റ്മെന്റോടുകൂടി പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ദാറ്റ് സെന്റർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി മെമ്പർ ഓഫ് സ്റ്റാഫ് ഷുഡ് ബി കമ്മിറ്റഡ് ടു കീപ്പിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് ഇൻ എവരി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ. ക്ലിയർ ആയല്ലോ? അടുത്തത് നെക്സ്റ്റ് ടൈം നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ ക്വാളിറ്റി കെയർ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി കെയർ? ഏറ്റവും ഗുണമേന്മയുള്ള ഗുണനിലവാരമുള്ള പരിചരണം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി കെയർ. എന്താണ് ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദ കസ്റ്റമർ. എന്താണ് പറയുന്നത്? അതായത് കസ്റ്റമറുടെ, നമ്മുടെ കസ്റ്റമർ പേഷ്യൻസ് ആണ് അല്ലെ, അവിടുത്തെ കസ്റ്റമേഴ്സ്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സുകൾ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണങ്ങൾ കൊടുക്കുക. അതാണ് എന്ത് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ റിനീഷ് പറഞ്ഞ പോലെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെ, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണങ്ങൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പേഷ്യൻസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല, അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ കൂടെ പരിചരണങ്ങൾ കൊടുക്കണം. എല്ലാ ആളുകൾക്കും ഒരേപോലെ പരിചരണങ്ങൾ കിട്ടണ്ടേ. അവിടെ ഒരിക്കലും ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്കണോമിക് സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരാനായിട്ട് പാടില്ല അല്ലെ. എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ ഒരു തുല്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റി കെയർ വേണം കിട്ടാനായിട്ട്. അത് മാത്രമല്ല എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ വേണം കിട്ടാൻ. പിന്നെ ആക്സസബിൾ ആണ്, എല്ലാവർക്കും ലഭ്യമാവണം അല്ലെ. ഇപ്പൊ നമ്മൾ എത്ര നല്ല കെയർ ആണെങ്കിലും ഒരുപാട് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാനും മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ എല്ലാ ആളുകൾക്കും ആ ഒരു കെയർ ലഭിക്കുന്ന രീതിയിലായിരിക്കണം അത് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അത് വേറെ ഒന്നുമില്ല കേട്ടോ. ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആളുകളുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് ടേം ആണ് കേട്ടോ. QC എന്നാണ് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ഇത് വായിക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് പോലെ ഒരു സാമ്യത തോന്നും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇന്റൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. ഒന്നുകൂടെ വായിക്കാം. Quality control is a procedure or set of procedures
that intends to make sure that medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. അതായത് നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവിധ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും പാലിക്കപ്പെടുന്ന രീതിയിൽ മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രൊസീജിയറുകൾ, അതാണ് എന്ത് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ആധികാരികമായിട്ടാണ് അവിടെ പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ഒരു കസ്റ്റമറിന്റെ ആവശ്യകതകൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എല്ലാവിധ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും മീറ്റ് ചെയ്യുന്നുണ്ടോ, മീറ്റ് ചെയ്തുകൊണ്ടാണോ, ഇനി അത്തരം ക്വാളിറ്റി ക്രൈറ്റീരിയകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണോ മെഡിക്കൽ സേവനങ്ങൾ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു കൂട്ടം പ്രൊസീജിയേഴ്സ്, അതാണ് എന്ത് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ISO 9000 ദാറ്റ് ഡിഫൈൻസ്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്വാളിറ്റി കൺട്രോൾ ആസ്, എന്താണ് ക്വാളിറ്റി കൺട്രോൾ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതും എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ആളുകളുടെ എല്ലാവിധ ക്വാളിറ്റി റിക്വയർമെന്റ്സും ഫുൾഫില്ല് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് ട്രൈ ആയിട്ട് തോന്നും കേട്ടോ. ഒരു വ്യത്യാസം പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി അഷ്വറൻസ് എന്താന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. അതും ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷെ അതെന്താണ്, അത് ക്വാളിറ്റി റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നൽകുന്നത്. ചെയ്തിട്ടില്ല, അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നത് എന്താണ്, അത് ക്വാളിറ്റി അഷ്വറൻസ്. അത് പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സ്റ്റെപ്പും ക്വാളിറ്റി അഷ്വർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് ആളുകളുടെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും. ചെയ്തിട്ടില്ല, ഓക്കെ, ചെയ്തിട്ടില്ല, ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്ന എന്താണ്, അത് ക്വാളിറ്റി അഷ്വറൻസ്. പക്ഷെ ക്വാളിറ്റി എന്താ പറയുക, കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു, കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു, അവരുടെ കൈകളിലേക്ക് എത്തി, ഓക്കെ, അത് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ, അതാണ് ഇത് ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ ചെയ്തു സംഭവം കയ്യിൽ എത്തിക്കഴിഞ്ഞു, പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം അത് കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കഴിയുമ്പോ അത് അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഷേപ്പ് ചെയ്യുക, അതിനൊന്ന് കൺട്രോൾ ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം, അതാണ് ഇത് ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിയേ. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ്, തൃപ്തിപ്പെടുത്തലാണ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അപ്പൊ ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ആ സേവനം ആളുകളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്തെടുക്കുന്ന ആ ഒരു, അതിലൊന്ന് കൺട്രോൾ ചെയ്തെടുക്കുക, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ റെഗുലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഒന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് ക്വാളിറ്റി അഷ്വറൻസ്, നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. അപ്പൊ ഇനി ഒരിക്കലും മാറിപ്പോകരുത്, ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് that refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് അവിടെ പറയുന്നത്. എന്താണ്? It is the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. അല്ലെ? അതായത് വിവിധ തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകളും അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളും മാനദണ്ഡങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതിയിൽ, വർത്തവൈ ഫാഷൻ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ്സുകളും നിലനിർത്തിക്കൊണ്ട്, എല്ലാ സ്റ്റാൻഡേർഡ്സുകളും മീറ്റ് ചെയ്തുകൊണ്ട്, എല്ലാ ക്വാളിറ്റി മെഷേഴ്സുകളും പാലിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. So that the hospital functions in a desirable condition. അങ്ങനെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഡിസൈറബിൾ ആവുന്ന രീതിയിൽ തന്നെ
മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നത് കേട്ടോ. ഇത്രയും ടേംസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താണ്? ഓക്കെ അല്ലേ? ഇനി കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ദ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് പ്രൊവൈഡിംഗ് ദ കോൺഫിഡൻസ് ദാറ്റ് ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. വാട്ട് ഈസ് ദാറ്റ്? ഇതാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതേസമയം ദ പാർട്ട് ഓഫ്, അതേ സെന്റൻസ് പോലെ തന്നെയാണ് വരുന്നത്. പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഫുൾഫില്ലിംഗ് ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഓഫ് എ ക്ലയന്റ് ദാറ്റ് ഈസ് കോൾഡ്, അതിനെന്താണ് നമ്മൾ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ. ഫുൾഫിൽ ചെയ്യിക്കലാണ് ക്വാളിറ്റി കൺട്രോൾ. ഫുൾഫിൽ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നതാണ് ക്വാളിറ്റി അഷ്വറൻസ്. അത് തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയുള്ള മാറിപ്പോകില്ല. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് റെസ്പോൺസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ അവിടുത്തെ സ്റ്റാഫുകള് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കും, ഹൈ സ്റ്റാൻഡേർഡ് അവർ നിലനിർത്തും എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ്, ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ എന്താണ്? ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഓക്കെ ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. നമ്മൾ ഈ ക്വാളിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരായിരിക്കും? ക്വാളിറ്റി മാനേജർ ആയിരിക്കും അല്ലെ, ക്വാളിറ്റി മാനേജർ. അപ്പൊ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇതിവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെയിം പോയിന്റ് തന്നെ എവിടെയും വരുന്നുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്നിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, 4ാമത്തെ മൊഡ്യൂള്. ഈ സെയിം പോയിന്റ് തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം പോയിന്റ് തന്നെ അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വായിക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. അത് മിലൂസ് ആണ് അത് എടുക്കുന്നത് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കാം. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ ഉണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനും അതിൻ്റെതായ പ്രൊസീജിയറുകളൊക്കെ എന്താ പറയുക ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകൾ, എല്ലാവിധ പിന്തുണ കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ ക്വാളിറ്റി മാനേജറാണ്. സോ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡാഷ് മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ആരാണ് ഉത്തരം? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ഇനി നോക്കുക. ആൻഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റി പ്രൊസീജിയറുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അത് വർക്ക്ഔട്ട് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡുകളും മറ്റുള്ള പ്രൊസീജിയറുകളും എല്ലാം തന്നെ സ്ഥാപിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഈ പറയുന്ന ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, he or she must pursue quality improvement in all the process and procedures of the hospitals and share the reports. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് ഏറ്റവും മികവുറ്റതാക്കുന്നതിനായിട്ട് എല്ലാവിധ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊസീജിയറുകളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഇംപ്രൂവ്മെന്റ് പ്രൊസീജിയറുകൾ ഇപ്പോഴും എന്ത് ചെയ്യും? അവര് നടത്തിക്കൊണ്ടേയിരിക്കും അല്ലെ, ഏറ്റവും നല്ല ക്വാളിറ്റി സേവനങ്ങള് പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, പ്രധാനപ്പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ക്വാളിറ്റി മാനേജർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകളും നിങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. പണപ്പാടം ഒന്നും പഠിച്ചു വെക്കേണ്ട. പോയിന്റുകൾ തന്നിട്ട് അതിൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ നിങ്ങൾ ആ പോയിന്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട. 13 പോയിന്റുകൾ ഉണ്ട് കേട്ടോ. 13 പോയിന്റുകൾ സെയിം തന്നെ ക്വാളിറ്റി മാനേജ്മെന്റിലെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? എൻഷുറിംഗ് good quality non-clinical services such as infection prevention, security, diet, etc. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ,
പ്രത്യേകിച്ച് നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അതിനകത്ത്. അത് കുറച്ച് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അണുബാധ നിയന്ത്രണ പരിപാടികള്, അതുപോലെ തന്നെ സെക്യൂരിറ്റി അല്ലെ, അതായത് പേഷ്യന്റിന്റെ സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റാഫുകളുടെ സെക്യൂരിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഡയറ്റ് അല്ലെ, ഡയറ്ററി സർവീസുകൾ ഇനി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒത്തിരിയേറെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷനും അതുപോലെ സെക്യൂരിറ്റി, ഡയറ്റ് സർവീസ് അങ്ങനെയൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉറപ്പാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ മാത്രം ക്വാളിറ്റി നോക്കിയാൽ മതിയോ? ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി വേണ്ട? അത് വേണം, അത് നിർബന്ധമാണ്, അത് സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷെ അതോടൊപ്പം നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ വരെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയ പോയിന്റ്? ensuring good quality non-clinical services such as infection prevention, security, diet, etc. സെക്കൻഡ് പോയിന്റ് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ensuring clean background. OPD areas, wards, labor room, operation theatre, that is OT, and patient facilities and outsourced services. എന്താണ് പറയുന്നത്? എൻഷുവറിങ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലില് ഏറ്റവും നല്ലൊരു, വളരെ ക്ലീൻ ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു ക്ലീൻലിനെസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ ഉറപ്പാക്കേണ്ടത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് അതവർ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ OPD ഏരിയാസ് അല്ല, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകള്, അതൊക്കെയാണ് കൂടുതലും പേഷ്യൻസ് ആദ്യം വരുന്നത് OPD ഏരിയസിലോട്ടാണ്. അതുപോലെ വാർഡുകള്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാവിധ ഫെസിലിറ്റികളും അല്ലെ, അവർക്ക് ഇരിക്കാനായാലും അവർക്ക് ബാത്റൂം സൗകര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ അല്ലാതെയുള്ള സൗകര്യങ്ങളും അല്ലെ, മറ്റുള്ള വാട്ടർ സപ്ലൈ, അതുപോലെ AC, അങ്ങനെ നമ്മളൊരു പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റികളിലും എപ്പോഴും ഒരു എന്താ പറയുക, ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു വൃത്തിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഉറപ്പാക്കുക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിലും കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. മൊത്തത്തിൽ എന്താണ്, ഹോസ്പിറ്റലിലുള്ള എല്ലാ ഏരിയകളും ഒരു ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ്ഡ് സർവീസ്, ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസ് നമുക്കറിയാം അല്ലെ. നമുക്ക് ചില സേവനങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടാത്ത വല്ല സേവനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പുറത്തോട്ട് എഴുതി കൊടുക്കും. വലിയ വലിയ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചില സേവനങ്ങൾ ഇപ്പൊ അവിടെ കിട്ടില്ല, അപ്പൊ നമ്മള് മറ്റെന്തെങ്കിലും പുറത്തോട്ടൊക്കെ ചില സേവനങ്ങൾക്ക് എഴുതി കൊടുക്കും അല്ലെ. ഇപ്പൊ സ്കാനിങ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മളത് പുറത്തോട്ട് എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. അതന്നെ MRI അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലിൽ MRI അവിടെ തന്നെ ചെയ്യും, ചിലതൊക്കെ പുറത്തേക്ക് എഴുതി കൊടുക്കും. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന സേവനങ്ങളിലായാലും ഏറ്റവും നല്ല സേവനങ്ങൾ, ഏറ്റവും ക്വാളിറ്റി സേവനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഏതാണോ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്തിട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ എന്ത് ഉറപ്പാക്കണം, ക്വാളിറ്റി ഉറപ്പാക്കണം. ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളിലായാലും ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നത് എവിടെയാണോ അവിടേക്ക് നമ്മൾ പേഷ്യന്റിനെ ഡയറക്റ്റ് ചെയ്ത് വിടാം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മനസ്സിലായല്ലോ പോയിന്റ്? ensuring clean background, OPD areas, wards and labor room, OT and patient facilities and outsourced services. Then third point എന്താണ് പറയുന്നത്? Periodical assessment of hospitals on quality checklist and arrive at a score for the facility. എന്താണ് പറയുന്നത്? പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലെ സേവനങ്ങളെ പീരിയോഡിക്കായിട്ട് അസസ് ചെയ്യണം. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിന്റെ അസസ്മെന്റുകൾ, വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കണം അല്ലെ. അതും ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മള് ആ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ടോ, എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇതിന്റെ ഏരിയകള് അന്നത്തെ ക്വാളിറ്റി, അല്ലെങ്കിൽ OPD ഏരിയയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ വാർഡിലെ, അല്ലെങ്കിൽ ലേബർ റൂം, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വശങ്ങളുണ്ട്. അപ്പം അവിടെയെല്ലാം അതിന്റെ ഒരു
കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അസസ് ചെയ്യണം അല്ലെ, വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അതിനുശേഷം അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി, ഒരു ക്വാളിറ്റി ഫെസിലിറ്റിക്കുള്ള ഒരു നല്ലൊരു സ്കോറിലോട്ട് എത്തിപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അതിന്റെ ഒരു നിലവാരം ഉയർത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പുകൾക്ക് പോകുന്ന സാധനങ്ങളൊക്കെ എഴുതി ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കില്ല, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഓരോ എന്താ പറയാ സേവനങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് അതിന്റെ എല്ലാത്തിന്റെ ക്വാളിറ്റി ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും മിസ്സായി പോവാതെ കറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പീരിയോഡിക് ആയിട്ട് അസസ്മെന്റുകൾ നടത്താം, ഏറ്റവും നല്ല ഫെസിലിറ്റിക്കുള്ള ഒരു ഉയർന്ന സ്കോർ അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറാണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. That means gap analysis. Evolve the action plan on the advice of in charge of the hospital and monitor complaints. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, അതായത് ഗ്യാപ്പ് അനാലിസിസ്. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലുള്ള നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റിയും നിലവിലുള്ള ക്വാളിറ്റിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വിടവ്, അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേ ക്വാളിറ്റിയിലുള്ള സേവനങ്ങൾ ആവണമെന്നില്ല കൊടുക്കുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകൾ നല്ല ക്വാളിറ്റി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, മറ്റു ചില ഡിപ്പാർട്ട്മെന്റുകൾ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, മേഖലകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറ്റൈൻ ചെയ്യാം, നമുക്കെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഉണ്ടല്ലോ. ആ ഒരു ഏറ്റവും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റിയും നിലവിലുള്ള ക്വാളിറ്റിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതാണ് അവിടെ ഗ്യാപ്പ് അനാലിസിസ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ, അതെ, അതായത് ക്വാളിറ്റി കുറെ കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ഗ്യാപ്പ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് വേണം? ഇവോൾവ് ദ ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരിക്കും അല്ലെ, സിഇഒ പോലെയുള്ള ആളുകളായിരിക്കും. അപ്പൊ അത്തരത്തിലൊരു ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ അഡ്വൈസിനനുസരിച്ച് കൊണ്ട് ഇത്തരം ഗ്യാപ്പുകൾ, അതായത് ഇത്തരം ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട പ്ലാൻ, ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക. ആരുടെ ഗൈഡൻസിൽ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻചാർജിന്റെ അഡ്വൈസ് അനുസരിച്ച് അതിന് വേണ്ട ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കണം. പിന്നെ എന്ത് വേണം? ആൻഡ് മോണിറ്റർ ദ കംപ്ലൈൻസ്. ഈ കംപ്ലൈൻസിന്റെ മീനിങ് പാലിക്കുക എന്നാണ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ മീനിങ് പാലിക്കുക എന്നാണ്. ഈ വാക്ക് പല സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കംപ്ലൈൻസ് മീനിങ് എന്താണ്? പാലിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആക്ഷൻ പ്ലാൻ വെറുതെ തയ്യാറാക്കിയത് നടപ്പിലാക്കിയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്തുകൂടെ വേണം? മോണിറ്റർ കംപ്ലൈൻസ് അല്ലെ. എല്ലാവിധ സ്റ്റാൻഡേർഡുകളും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ മോണിറ്റർ ചെയ്യണം. ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിനൊരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കും, തുടക്കമൊക്കെ അത് നടപ്പിലാക്കും, പിന്നീട് ചിലപ്പോൾ നടപ്പിലാക്കിയത് വരില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, ഒരു മിനിറ്റ്. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഇവോൾവ് ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് എ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യാന്, കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അടുത്തത് ആറാമത്തെ പോയിന്റ് ഇതാണ് ensuring that hospital meets all regulatory compliances like BMW, that means biomedical waste management. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഓഫ് സ്റ്റോറേജ് ലൈസൻസ്. ഇവിടെ ഒരു തിരുത്തുണ്ട് കേട്ടോ, AERB എന്നാക്കാം കേട്ടോ. ARAB എന്നല്ല, AERB എന്നാണ് കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ?
നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? AERB എന്നാണോ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. AREB എന്നാണോ? അയ്യോ അതൊന്ന് തിരുത്തണോ കേട്ടോ. AERB എന്നാണ് കേട്ടോ. AERB എന്നാണേ. Okay. AERB regulations, that means radiation license. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് എല്ലാ വിധ എന്താ പറയാ റെഗുലേഷൻസ്, അതായത് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിന്റെ സ്റ്റോറേജ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ AERB അതിന്റെ ഫുൾ ഫോം ഇതാണ്. ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. AERBയുടെ ഫുൾ ഫോം ഇതാണ്. ആറ്റോമിക് എനർജി എഴുതി വെക്കാം കേട്ടോ. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എഴുതിയോ? AERB എന്നാണ് കേട്ടോ. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എഴുതിയില്ലേ? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതായത് AERB റെഗുലേഷൻസ്, ദാറ്റ് മീൻസ് റേഡിയേഷൻ ലൈസൻസ്. നമുക്കറിയാലോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസും കാര്യങ്ങളും, അതുപോലെ റേഡിയേഷൻസ് നമ്മള് ക്യാൻസർ ട്രീറ്റ്മെന്റിനും ന്യൂക്ലിയർ മെഡിസിനിലും അല്ലാതെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇമേജിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് റേഡിയേഷൻസ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം അല്ലെ? നമ്മള് എത്തിക്സ് ലീഗൽ ഇഷ്യൂസ് പറഞ്ഞില്ലേ, ഫെഡറൽ റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് റെഗുലേഷൻസ് ഉണ്ട്, പോരാതെ റീജിയണൽ റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനും അതുപോലെ ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടും റേഡിയേഷൻ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റെഗുലേഷൻസും ഹോസ്പിറ്റലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതും എന്താണ്? ക്വാളിറ്റിയുടെ തന്നെ ഭാഗമാണ് അല്ലെ? അതും ക്വാളിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ആറാമത്തെ പോയിന്റ് ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഓക്കെ. ഏഴാമത്തെ കേട്ടോ. ഏഴാമത്തെ പോയിന്റ് ഇതാണ്. കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് ആൻഡ് എ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ എലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ് കേട്ടോ. അതിനകത്ത് AMCയുടെ ഫുൾ ഫോം എഴുതി വെച്ചോളൂ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. എഴുതി വെക്കാം. AMCയുടെ ഫുൾ ഫോം ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. എഴുതി വെച്ചോ? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേട്ടോ. ഓക്കെ. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഈ പറയുന്ന എന്താ പറയാ പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്സ്, പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റ്സുകളും അതുപോലെ അത് റിപ്പയർ ചെയ്യാനായിട്ട് അത് മെയിന്റനൻസ് നടത്തുന്നതിനുള്ള അതിന്റെ ആ ഒരു ടൈം ലൈൻ, സമയപരിധി എലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്, എല്ലാ എക്യുപ്മെന്റ്സിന്റെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട സമയപരിധിയും അതുപോലെ പ്രവർത്തനക്ഷമമല്ലാത്ത എല്ലാ ഉപകരണങ്ങളുടെയും കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? എക്യുപ്മെന്റ്സുകൾ എന്താണ് പറയുക പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? സേവനങ്ങളിൽ അതിനനുസരിച്ച് സേവനങ്ങളുടെ ക്വാളിറ്റിനെ അത് ബാധിക്കും അല്ലെ? അതുകൊണ്ട് പ്രവർത്തനക്ഷമമല്ലാത്ത എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും എല്ലാത്തിന്റെയും ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെ അതിന്റെ സമയപരിധിയൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. എട്ടാമത്തെ പോയിന്റ് ഇതാണ്. പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് towards the upliftment, preventive maintenance of equipment and vehicles and modernization of the hospital. എന്താണ്? പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് towards upliftment, preventive maintenance of equipment and vehicles and modernization of the hospital. അതായത് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നമനം എന്നുള്ള അർത്ഥമാണ് അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്ലാനിങ്ങുകൾ, ആസൂത്രണങ്ങൾ തയ്യാറാക്കുക. അതിനനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് പ്രൊസീജിയർ, അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ്? പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, അതായത് എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ്, എക്യുപ്മെന്റ്സിന്റെ മാത്രമല്ല ആ ഹോസ്പിറ്റലിന്റെ വെഹിക്കിൾസിന്റെ ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസും ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നടത്തിക്കൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് അപ്ലിഫ്റ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ എടുത്ത് പ്ലാനിങ് ചെയ്ത് അതിന് വേണ്ട ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറുകളൊക്കെ നടപ്പിലാക്കുക. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ നമുക്കൊന്ന് മോഡേൺ ആക്കാനായിട്ട് അല്ലെ, അതുകൊണ്ട് അതിനെ കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ ക്വാളിറ്റി മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്.
to install a virtual grievance redressal system both for employees and the patients. Okay. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതികളാണ് കേട്ടോ. റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരിഹാരം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നോക്കുക, ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസിനും പേഷ്യൻസിനും അവർക്ക് ഈ പറയുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക, അല്ലെ? കാര്യം പേഷ്യൻസിനായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസുകളോ കാര്യങ്ങളോ വരികയാണെങ്കിലും ഈവൻ എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും അവർക്ക് വേണ്ട പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക. ഓക്കെ. പിന്നെ സ്ട്രെങ്തൻ ആണ് കേട്ടോ. ഈ വാക്ക് സ്ട്രെങ്തൻ ആണ്. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS. MIS എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. എഴുതി വെക്കുക കേട്ടോ. MIS എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എഴുതി വെച്ചോ? ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതെല്ലാം തന്നെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യാം, കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്ത് ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൻ. ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോ എല്ലാം ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും HMS വഴിയായിട്ടാണ് നടക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് നടക്കുന്നത്. അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഇൻഡിക്കേറ്റർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ. അപ്പോ നമ്മൾക്കറിയാലോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇന്ന് എന്താ പറയാ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെയാണ്. എല്ലാത്തിനും ഇപ്പൊ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വർക്കുകൾ കുറെ കൂടി ഈസി ആയിട്ട് നടക്കുന്നുണ്ട്, അല്ലെ? ഓക്കെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ പെർഫോമൻസിനെ അളക്കുന്നതിനുള്ള കുറച്ച് ഒരു കൂട്ടം സൂചകങ്ങളാണ് കേട്ടോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി മറ്റും അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത്. ഇത്തരം ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവര് പറയുന്നത് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററൊക്കെ കുറെ കൂടെ സ്ട്രെങ്തൻ ആക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഉള്ള എന്താ പറയാ ആക്ഷൻസുകളൊക്കെ എടുക്കുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി കേട്ടോ. അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതുമായിട്ട് അസസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റി അസസിംഗ് അതോറിറ്റിയുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ. അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ. 12ാമത്തെ പോയിന്റ് ഇതാണ്, ensure the employees education on quality standards കേട്ടോ. ensure the employees education on quality standards. അതായത് നമ്മൾ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് എംപ്ലോയീസുകളുടെ എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവയർനെസ് കൊടുക്കണം. അവർക്ക് അതിന് വേണ്ട കൗൺസിലിങ്ങുകൾ കൊടുക്കണം. എന്താണ് അവിടെ ചർച്ച, ഡിസ്കഷൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറയുന്ന എല്ലാത്തിന്റെയും എക്സ്പാൻഷൻ ഒക്കെ പറഞ്ഞതാണ് ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം. നമ്മൾ ഈ അത് കഴിഞ്ഞിട്ട് പിന്നീട് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവണില്ല, ആ പോയിന്റുകൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനൊരു ക്ലാസ്സിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ. അപ്പൊ ദയവേത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാതെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാല് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ബോറിംഗ് ആയിരിക്കും, നമ്മുടെ പോർഷൻസും തീരില്ല കേട്ടോ. അതിന്റെ കംപ്ലൈന്റ് വരെ നിങ്ങൾക്ക് വരും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ദയവേത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ ഒന്നാമത് എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. പലരും ക്ലാസ് ഓൺ ചെയ്ത് വെച്ച് പോകും, പകുതിക്കിട്ട് പോകും. ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് ഈ സംശയങ്ങൾ വരുന്നത്. ഓക്കെ. അതായത് ഇത് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളും അതിനനുസരിച്ച് എഫർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങളും കൂടെ അതിൽ കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ.
അപ്പൊ നോക്കുക, എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ലാസ്റ്റ് പറയാം, 6th പോയിന്റ് ഒക്കെ ലാസ്റ്റ് പറയാം. ഇപ്പൊ ദയവേത് പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, 11ാമത്തെ പോയിന്റ്, 12ാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളെ പറ്റിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? അവയർനെസ് കൊടുക്കണം. കാര്യം അവരാണ് സേവനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവർക്കും എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് എംപ്ലോയീസിന്റെ, അവിടുത്തെ ജീവനക്കാരുടെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അവരുടെ അവയർനെസ്സും എന്ത് ചെയ്യാം, അവർക്ക് അതിനെ പറ്റി അറിവ് കൊടുക്കുക അല്ലെ. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എൻഷുവർ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. 13ാമത്തെ പോയിന്റ് ഇതാണ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഏത് ഹോസ്പിറ്റൽ കമ്മിറ്റികളാണ്? അതായത് നമുക്കിപ്പോ ക്വാളിറ്റി കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലില്. അതുകൂടാതെ ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ കമ്മിറ്റികൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഫാർമസി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ ഫ്രെയിം ചെയ്യാനും അത്തരം കമ്മിറ്റികൾ രൂപീകരിക്കാനും അതിന്റെ മീറ്റിംഗ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? നമ്മുടെ ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് 13 പോയിന്റുകൾ വരുന്നത് കേട്ടോ. 6ാമത്തെ പോയിന്റ് ഇതാണ്, ensuring that the hospital meets all regulatory compliances like BMW. BMW എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. BMW ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതുപോലെ ബ്ലഡ് ബാങ്ക് ഓഫ് സ്റ്റോറേജ് ലൈസൻസ്. AERB, AREB അല്ല, AERB ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അത് റെഗുലേഷൻസ്, ദാറ്റ് മീൻസ് റേഡിയേഷൻ ലൈസൻസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നില്ലേ, ആ ബയോമെഡിക്കൽ വേസ്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തോന്നിയ രീതിയിലാണോ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്? അല്ല, അതിൻ്റെതായ ഫെഡറൽ റൂളുകളുണ്ട്, സ്റ്റേറ്റ് റൂളുകളുണ്ട്, റീജിയണൽ റൂളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എത്തിക്സിൽ പഠിച്ചു അല്ലെ. പ്രാദേശികമായിട്ടും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ഈ പറയുന്ന സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് അതിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. റേഡിയേഷൻ ലൈസൻസ് വേണം ഹോസ്പിറ്റലിന്. റേഡിയേഷൻസ് ഉപയോഗിക്കുന്നില്ലേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നില്ലേ? ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്നില്ലേ? ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ റേഡിയേഷൻസ് ഉപയോഗിക്കുന്നില്ലേ? അതൊക്കെ ഉപയോഗിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിരിക്കണം. അതാണ് അവർ പറയുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, AERB റെഗുലേഷൻസുകളൊക്കെ കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇത്രയാണ് അതിനകത്ത് വരുന്ന പോയിന്റുകൾ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ്. ഇതിനുള്ള പ്രോസസ് ആണ് ഫോർ ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് കണ്ടന്റ്മെന്റ് ആൻഡ് എൻഹാൻസിംഗ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകളിലുടനീളം ഈ പറയുന്ന പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ അല്ലെ, ഏറ്റവും നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളൊക്കെ ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ആശുപത്രിയിലുടനീളം നമ്മുടെ പേഷ്യൻസിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്താനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഉയർത്തുന്നതിനുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. എന്താ ഉദ്ദേശിക്കുന്നത്?
അതായത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഗുണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കില്ലേ? നമുക്കായാലും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിനൊരു വാല്യൂ തോന്നുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രയത്നിക്കും. എന്നതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും, അല്ലെ? അതായത് ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുന്നതും അതുപോലെ അതിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടലുകൾക്ക് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും, ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോഴും ഒരു മോട്ടിവേഷൻ കൊടുക്കണ പോലെ, ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് പോലെയാണ്. കൂടുതൽ ഫാർ ബെറ്റർ ആവാനായിട്ട് ഹോസ്പിറ്റലുകൾ ശ്രമിക്കും. അതിന്റെ ഫലമാർക്ക് കിട്ടും, പേഷ്യൻസിന് കിട്ടും, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇനി ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റാഫിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല കേട്ടോ, അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിക്കാവുന്നേ. അതിന് വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനോഗ്രാം പോലെ കൊടുത്തേക്കാണ്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ്, ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് ആരാന്നറിയോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ് ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ കീഴിലായിട്ട് 2 വിഭാഗമാണ് വരുന്നത്. ഒന്ന് സിഇഒ. സിഇഒ എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെ? അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ഏറ്റവും ടോപ്പിലുള്ള പ്രൊഫഷണലാണ്, അല്ലെ? സിഇഒ കേട്ടോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പിന്നെ വന്നിട്ട് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. അത് മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സൂപ്രണ്ടന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് സിഇഒ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവരുടെ 2 പേരുടെ കീഴിലായിട്ടാണ് എന്ത് വരുന്നത്? ക്വാളിറ്റി മാനേജർ വരുന്നത് കേട്ടോ. അതാണ് ക്വാളിറ്റി മാനേജർ. ഓക്കെ, ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. ഓക്കെ, ദെൻ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് കുറച്ച് ഭാഗം അവിടെ സ്ക്രീനിലില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. ആരൊക്കെയാണ് വരുന്നത്? ഒന്ന് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് റെപ്രസെന്റേറ്റീവ് ഫ്രം ദ ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എല്ലാ മെഡിക്കൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രതിനിധികളും ഇതിലെ അംഗങ്ങളായിരിക്കും കേട്ടോ, ഇതിനകത്തുണ്ടായിരിക്കും. ഓക്കെ, ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലായിട്ട് ക്വാളിറ്റി കോർഡിനേറ്റർ, അതുപോലെ ക്വാളിറ്റി അസിസ്റ്റന്റ് കേട്ടോ. അതിന്റെ കീഴിലായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റാഫിംഗ് ആണ് പറഞ്ഞിരുന്നത്. ടോപ്പിൽ എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ കീഴിൽ 2 പേരാണ്. അഡ്മിനിസ്ട്രേറ്റീവില് ടോപ്പർ ആയിട്ടുള്ള സിഇഒ ഉണ്ടായിരിക്കും, പിന്നെ മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടന്റും ഉണ്ടായിരിക്കും. ഇവരുടെ 2 പേരുടെ കീഴിലായിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ച ക്വാളിറ്റി മാനേജർ ഇല്ലേ, കുറെ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ല, അദ്ദേഹം ക്വാളിറ്റി മാനേജർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് 2 വിഭാഗം ആൾക്കാരാണ്. ഒന്ന് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞോളം റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴില് ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ കീഴിലായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ, ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് അക്രഡിറ്റേഷൻ. നമ്മുടെ മെയിൻ ടേമിലേക്ക് നമ്മൾ എത്താണ്. അക്രഡിറ്റേഷൻ എന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അംഗീകാരമാണ്, അല്ലെ? അംഗീകാരം, അതിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Accreditation refers to the public recognition. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതുജനങ്ങളുടെ അംഗീകാരം. അതാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പബ്ലിക് റെക്കഗ്നീഷൻ ആണ്, അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് റെക്കഗ്നീഷൻ ആണ്, അല്ലെ? പബ്ലിക്കിന്റെ ഒരു അംഗീകാരമാണ്, അല്ലെ? പബ്ലിക്കില് നമ്മൾ തിരിച്ചറിയപ്പെടുക എന്നുള്ള ആ ഒരു അംഗീകാരം, അതാണ് എന്ത് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ എൻ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻസ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റാൻഡേർഡ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു അംഗീകാരം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് ആ ഹോസ്പിറ്റലുകളുടെ
പ്രകടനം അല്ലെ, ആ ഒരു പെർഫോമൻസ് അല്ലെ, ഓർഗനൈസേഷന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് അല്ലെ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ആ ഒരു പെർഫോമൻസിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി വിലയിരുത്തിക്കൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുത്തിട്ട് ആ ഹോസ്പിറ്റലിന് അകത്തുള്ള ആളുകളാണോ? അല്ല, ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ലഭിക്കുന്ന പുറത്തുനിന്നുള്ള ആളുകളിൽ നിന്നാണ് എന്ത് ലഭിക്കേണ്ടത്, അംഗീകാരം ലഭിക്കേണ്ടത്. അപ്പൊ എപ്പോഴും അക്രഡിറ്റേഷൻ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ ഏജൻസി ആയിരിക്കും. എക്സ്റ്റേണൽ ഒരു നോൺ ഗവൺമെന്റൽ ഏജൻസി ആയിരിക്കും പൊതുവെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കുന്നത്, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രകടനം വിലയിരുത്തുന്നത് നമ്മൾ പറഞ്ഞു ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു എക്സ്റ്റേണൽ ഏജൻസി ആണത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് കൊടുക്കുന്നത്, ഒരു ഹോസ്പിറ്റലിന് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. For a hospital to be accredited, it is done through an independent external evaluation. That means ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി എന്ത് നോക്കും നമ്മള്, ദാറ്റ് ഓർഗനൈസേഷൻ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കണക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ്, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രകടനം നമ്മൾ വിലയിരുത്തുന്നു. അത്രയുള്ളൂ. ഇനി അക്രഡിറ്റേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അക്രഡിറ്റേഷൻ ഇസ് നോൺ കമ്പൾസറി. അക്രഡിറ്റേഷൻ എന്താണ്? ഇറ്റ് ഈസ് നോൺ കമ്പൾസറി. നോൺ കമ്പൾസറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും പറഞ്ഞ വോളണ്ടറി ആണ്, സ്വമേധയാ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. അതായത് ദാറ്റ് മീൻസ് അതൊരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല. ഒരു ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ വേണം എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമില്ല. ഇപ്പൊ അക്രഡിറ്റേഷൻ ഇല്ലെങ്കിലും അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ കമ്പൾസറി ആണ്, നിർബന്ധമുള്ള ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാല് അതൊരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമല്ല. അത് ഉണ്ടായാലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതൊരു ലീഗൽ റിക്വയർമെന്റ് അല്ല, ഇറ്റ് ഇസ് വോളണ്ടറി ആണ്, സ്വമേധയാ ഉണ്ടാവുന്നതാണ്. ഓരോ ഹോസ്പിറ്റലിന് അവർക്ക് അക്രഡിറ്റേഷൻ വേണം എന്നുള്ളത് അത് അവരുടെ എന്താ പറയുക ചോയ്സ് ആണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ ഇസ് നോൺ കമ്പൾസറി ആണ്. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഓൺഗോയിങ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു വൺ ടൈം കാര്യമല്ല. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ എന്താണ്, ഇറ്റ് ഇസ് എ നോട്ട് എ വൺ ടൈം പ്രോസസ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് ഇവാലുവേഷൻ. ഇതെന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ഇവാലുവേഷൻ ആണ്. അതായത് ഒരു തവണ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ തവണ അങ്ങനെ ആവണമെന്നില്ല. അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും എന്താണ് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പബ്ലിക് റെക്കഗ്നീഷൻ. ആരാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? അതൊരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അക്രഡിറ്റേഷൻ നൽകുന്നത് അല്ലെ. എങ്ങനെ അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്നു അല്ലെ. ഒരു എക്സ്റ്റേണൽ ഏജൻസി വഴി അസസ് ചെയ്യുന്നു. അതിനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അക്രഡിറ്റേഷന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് നോൺ കമ്പൾസറി അല്ലെ. പിന്നെന്താണ്? ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്ക് അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നത്? ഓക്കെ, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? ശരിക്കും പറഞ്ഞത് 3 കാറ്റഗറി ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? പിന്നെ പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? അതുപോലെ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? അത് പ്രത്യേകം അത് സ്പെസിഫൈ ചെയ്ത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം, ബെനിഫിറ്റ്സ് ഫോർ ദ പേഷ്യൻസ്. ആ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യൻസിന് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് നോക്കിയേ. ഒന്നാമത്തത്, പേഷ്യൻസ് ആണ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ പോകുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് തന്നെയാണ് ഏറ്റവും വലിയ അതിന്റെ പ്രയോക്താക്കൾ. അതായത് ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് പേഷ്യൻസ് തന്നെയാണ്. കാര്യം എന്താണെന്ന് നോക്കിയേ. Accreditation causes
ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നുണ്ട്? ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള സേവനങ്ങളും പേഷ്യന്റിന്റെ സേഫ്റ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉറപ്പാക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുക്കുള്ളൂ? അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവര് കൊടുക്കുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റി കെയർ ആയിരിക്കും, ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണങ്ങളും അതുപോലെ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഒക്കെ അവര് അത്ര തന്നെ എന്താണ് ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ബെനിഫിറ്റ് ആർക്കാണ് തന്നെ? പേഷ്യൻസിനല്ലേ. അതാണ് അവിടെ പറയുന്നത്. അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അടുത്ത പോയിന്റ് എന്താണ്? ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ദ ക്രിഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ക്രിഡൻഷ്യൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? യോഗ്യതയുള്ളത് കേട്ടോ. എഴുതി വെച്ചോട്ടോ, അർത്ഥം എഴുതി വെക്കണേ. ക്രിഡൻഷ്യൽഡ്, ക്രിഡൻഷ്യൽഡ് എന്ന് പറഞ്ഞാല് യോഗ്യതയുള്ള എന്നർത്ഥം കേട്ടോ. ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, യോഗ്യതയുള്ള കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത്തരം അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുമാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്? സേവനങ്ങൾ ലഭിക്കുന്നത് അല്ലെ. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളും അത്രയും എന്തായിരിക്കും? ട്രെയിൻഡ് ആയിരിക്കും അല്ലെ. അത്രയും അവര് യോഗ്യരായിരിക്കും. അപ്പൊ അങ്ങനെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനങ്ങളാണ് പേഷ്യൻസിന് ലഭിക്കുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ് എന്താണ്? റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ അവകാശങ്ങള് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അല്ലെ. അവിടെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്, അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. നല്ലൊരു എന്താ പറയാ, ക്രെഡിറ്റ് ഹോസ്പിറ്റലില് പോകുന്ന പേഷ്യൻസിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും അധികം അവരെ എന്താ പറയുക ബഹുമാനിക്കപ്പെടുകയും അതുപോലെ അവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഒക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അത് മാത്രമല്ല അവരെന്ത് ചെയ്യും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അവര് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. കാര്യം ഇത്ര സേവനങ്ങൾ കൊടുത്താലും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അറിയണം അല്ലെ. അതിനായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ആർക്ക് പേഷ്യൻസിന് ലഭിക്കുന്ന ബെനിഫിറ്റ് കേട്ടോ. എന്തൊക്കെയാണ്? ഒരു അംഗീകാരമുള്ള ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് വരുന്ന പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്? ഒന്ന്, അക്രഡിറ്റേഷൻ എന്തിന് കാരണമാവുന്നത്? പേഷ്യൻസിന് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നു, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഏറ്റവും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിനായിട്ട് സേവനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അവിടെ പേഷ്യൻസിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ പേഷ്യൻസിന്റെ സംതൃപ്തി ഇടയ്ക്കിടെ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? പേഷ്യൻസിനുള്ള ബെനിഫിറ്റ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ കുറച്ച് ട്രൈ ആണ് കേട്ടോ. എന്താ പറയാ, ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണേ. KPI എന്നുള്ളത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ എന്നല്ല, KEY. അതെ, KEY കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. INDICATOR സൂചകങ്ങൾ എന്ന് പറയില്ലേ, അത്. AREBB ഫുൾ ഫോം എന്നാ വൺസ് മോർ ഒന്ന് പറയൂ. ഏതാണ്? AERB അല്ലെ. അറ്റോമിക് എനർജി, അറ്റോമിക് എനർജി, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, റെഗുലേറ്ററി ബോർഡ്. REGU റെഗുലേറ്ററി, LATORY ട്ടോ. റെഗുലേറ്ററി ബോർഡ്, BOARD. ഓക്കെ, കിട്ടിയാ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ശരി. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ മൺഡേ വരുമ്പോ ഇതൊക്കെ നല്ലപോലെ വായിച്ച് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ശരി. പറഞ്ഞു. ഞാൻ മൺഡേ തൊട്ട് ട്രെയിനിങ്ങിന് കയറി ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലില്. ഓക്കെ, സന്തോഷം. അപ്പൊ ജോയിൻ ചെയ്യാനല്ലേ മൺഡേയില്? അതെ അതെ. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ. ഏറ്റവും നന്നായിട്ട് തന്നെ ചുരുക്കി കയറി നന്നായിട്ട് തന്നെ ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, മാനേജ്മെന്റ് ആയിട്ട് അറിയാം. അപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിപ്പോ വേക്കൻസി ഒന്നിപ്പോ വിളിച്ചു, ബയോഡാറ്റ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഇങ്ങനെ കോഴ്സ് ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല, ചെയ്തോ, കോഴ്സ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് കേൾക്കാൻ പറഞ്ഞു. നന്നായി നന്നായി. ഒരുപാട് സന്തോഷം കേട്ടോ അഫ്ല. അപ്പൊ എന്തായാലും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം, നന്നായിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടാൽ മതി കേട്ടോ. വരുമ്പോ സമയം അപ്പൊ അവര് പറഞ്ഞു നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് സ്റ്റാഫ് ആക്കും, ആണോ അനുസരിച്ചാന്ന് പറഞ്ഞു. ആണോ അത് ശരി. ഓക്കെ, ഭയങ്കര സന്തോഷം കേട്ടോ അഫ്ല അങ്ങനെ കേട്ടതില്. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു.